ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇലക്ഷന് എത്താറായി വരുന്നു. അപ്പം കാൻഡിഡേറ്റ്സിനെയൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറെക്കുറെ എല്ലാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇലക്ഷനിൽ പാർട്ടി ഭേദമന്യേ ഒരു 3 പേരെ, കോൺഗ്രസ്, BJP, കമ്മ്യൂണിസ്റ്റിൽ ജയസാധ്യത കൂടുതലുള്ള എനിക്ക് തോന്നിയ ഒരു 3 പേരെ ഞാൻ പറയുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. നിങ്ങൾക്ക് ചിലപ്പോൾ അഭിപ്രായത്തോട് യോജിക്കും, ചിലപ്പോൾ യോജിപ്പില്ലാത്തവരുണ്ടാവും. എങ്കിലും ഞാൻ പറയുകയാണ്. ഒന്നാമതായിട്ട് മലപ്പുറം തവനൂരിൽ മത്സരിക്കുന്ന VS ജോയ്, കോൺഗ്രസിൻ്റെ. അപ്പോൾ ഓപ്പോസിറ്റായിട്ട് KT ജലീലുണ്ട്. അപ്പോൾ എങ്കിൽ പോലും VS ജോയ് ജയിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്പർ 2 പാലക്കാട് രമേഷ് പിഷാരടി കോൺഗ്രസിന് വേണ്ടിയുണ്ട്. എങ്കിൽ പോലും BJPയുടെ ശോഭാ സുരേന്ദ്രനാണ് സാധ്യത കൂടുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ശോഭാ സുരേന്ദ്രൻ പണ്ട് തൊട്ടേ നല്ല പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. അതുമാത്രമല്ല, എവിടെ മത്സരിച്ചാലും നല്ല വോട്ടിംഗ് ശതമാനം കൂട്ടുന്ന ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. അപ്പോൾ അതുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ ജയിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്പർ 3 എനിക്ക് തോന്നുന്നത് പത്തനാപുരത്ത് ഗണേഷ് കുമാർ ജയിക്കുമെന്നാണ്. ജ്യോതികുമാർ ചാമക്കോലയാണ് കോൺഗ്രസ്സിൽ നിൽക്കുന്നത്. എങ്കിൽ പോലും പലതര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഗണേഷ് കുമാറിനെതിരെ ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട്. എങ്കിൽ പോലും ഗണേഷ് കുമാർ തന്നെ ജയിക്കുമെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ പറഞ്ഞു. താങ്ക് യു. ബൈ.